മാസങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും തൃശൂർ പൂര അലങ്കോല വിവാദം തുടരുകയാണ്. തൃശൂർ പൂരം അലങ്കോലമാക്കൽ ഗൂഢാലോചന ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് വെച്ച അതീവ രഹസ്യമായിട്ടാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. പൂരം അലങ്കോലപ്പെട്ടപ്പോൾ ആദ്യമെത്തിയ രാഷ്ട്രീയ നേതാവ് സുരേഷ് ഗോപിയാണ്. എങ്ങനെയാണ് ആദ്യം അറിഞ്ഞതും സ്ഥലത്ത് എത്തിയതെന്നുമെന്ന് അന്വേഷണ സംഘം ആരാഞ്ഞു. BJP പ്രവർത്തകരാണ് വിവരം അറിയിച്ചത്. ഇതേ തുടർന്ന് വളരെ പെട്ടെന്ന് ഇടപെടേണ്ടതിനാൽ അവിടെ എത്തിയെന്നായിരുന്നു സുരേഷ് ഗോപി നൽകുന്ന മൊഴി. പൂരം അലങ്കോലപ്പെടുന്ന സമയത്ത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. സേവാഭാരതിയുടെ ആംബുലൻസിലായിരുന്നു സുരേഷ് ഗോപി പൂരനഗരിയിലെത്തിയത്. പൂരം അലങ്കോലപ്പെട്ടത് ആദ്യം അറിയിച്ചത് BJP പ്രവർത്തകരാണെന്ന് സുരേഷ് ഗോപി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ഇവർ അറിയിച്ചതിനെ തുടർന്നാണ് താൻ സംഭവ സ്ഥലത്തേക്ക് എത്തിയതെന്നും അവിടെ എത്തിയ പൊതുപ്രവർത്തകൻ എന്ന കടമ നിർവഹിക്കാനെന്നാണ് മറുപടി നൽകിയത്. പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ചടങ്ങുകൾ അലങ്കോലമായതിന്റെ പേരിൽ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമവുമായി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. മറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാതെ അടച്ചിട്ട മേഖലയിലേക്ക് ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്ന് CPIയും UDFും ആരോപണം ഉന്നയിച്ചിരുന്നു. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണത്തിനാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരുന്നത്. ഇതിൽ 2 അന്വേഷണം പൂർത്തിയായിരുന്നു. പൂരം കലക്കലിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണമാണ് നിലവിൽ തുടരുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇക്കാര്യം അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ADGP വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതീവ രഹസ്യമായി സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്തത്. സംഭവത്തിൽ അന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിക്കെതിരെ CPIയും തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാറും അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. സംഘപരിവാറിന്റെ ഗൂഢാലോചന പൂരം കലക്കലിന് പിന്നിലുണ്ടെന്നും ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രദേശത്ത് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് അടച്ചിരുന്നു. എന്നാൽ സുരേഷ് ഗോപിക്ക് സ്ഥലത്തേക്ക് പ്രവേശനം അനുവദിക്കുകയായിരുന്നു. സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് പൂരം കലക്കിയതെന്നാണ് VS സുനിൽകുമാർ നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതെന്നാണ് സൂചന. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്നാണ് റിപ്പോർട്ട്. എന്തായാലും തൃശൂർ പൂരം അലങ്കോലമാക്കൽ ഗൂഢാലോചന ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് വെച്ച് അതീവ രഹസ്യമായിട്ടാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. പൂരം അലങ്കോലപ്പെട്ടപ്പോൾ ആദ്യമെത്തിയ രാഷ്ട്രീയ നേതാവ് സുരേഷ് ഗോപിയായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം ഈ വിവരം അറിഞ്ഞതെന്നും സ്ഥലത്ത് എത്തിയതെന്നും അന്വേഷണ സംഘം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു. BJP പ്രവർത്തകരാണ് വിവരം അറിയിച്ചത്. ഇതേ തുടർന്ന് വളരെ പെട്ടെന്ന് ഇടപെടേണ്ടതിനാൽ അവിടെ എത്തുകയായിരുന്നെന്നായിരുന്നു സുരേഷ് ഗോപി മൊഴി നൽകിയത്. പൂരം അലങ്കോലപ്പെടുന്ന സമയത്ത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി. സേവാഭാരതിയുടെ ആംബുലൻസിലായിരുന്നു അന്ന് സുരേഷ് ഗോപി പൂരനഗരിയിലെത്തിയത്.